എല്ലാവർക്കും നന്നായിട്ട് അറിയാം, 2013-ൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റായിരുന്നു താങ്കൾ. അപ്പോൾ വലിയ വലിയ നേതാക്കന്മാർ എതിർത്തിട്ട് പോലും താങ്കൾ നരേന്ദ്രമോദിയുടെ പേര് ഡിക്ലെയർ ചെയ്യുകയും നരേന്ദ്രമോദിയായിരിക്കും പ്രൈം മിനിസ്റ്റർ നോമിനിയിൽ ഉണ്ടായിരിക്കുക എന്നും താങ്കൾ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ലീഡറായിരുന്നു. എനിക്കങ്ങനെ തോന്നി. എന്തുകൊണ്ടാണ് അങ്ങനെ പിന്നെ തോന്നിയത്? എനിക്ക് തോന്നിയിരുന്നു ജനങ്ങൾക്കിടയിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ ആ സമയത്താണെങ്കിലും ശരി കൂടുതലല്ലെങ്കിലും വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 3-4 പേരുണ്ടായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ മോദിജിക്കും ആ ഒരു കഴിവുണ്ട്. കാരണം അദ്ദേഹം ഗുജറാത്തിൽ ചീഫ് മിനിസ്റ്റർ ആയിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ഭരണരീതി, അദ്ദേഹം 3 തവണയാണ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ രാജ്യത്തെ ശരിയായ ദിശയിൽ കൊണ്ടുപോകണമെങ്കിൽ മോദിജിക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് അനൗൺസ് ചെയ്തു.